ബാംഗ്ലൂർ പാതയ്ക്കും ഇതിന്റെ ഭാഗമായി പുളിങ്ങോം ഭാഗമണ്ഡലം എലിവേറ്റഡ് പാതയ്ക്കുമായി ശ്രമങ്ങൾ തുടരുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഇതു സംബന്ധിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നും MP പുളിങ്ങോത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രിയെ കണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് 2-3 പാതയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഈ വാഗമണ്ഡലം നമ്മൾ കൊടുത്തിട്ടുണ്ട്, എലിവേറ്റഡ് പാതയുടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പ്രാവശ്യം നിവേദനം കൊടുത്തുകൊണ്ടായിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യാമെന്ന് നിതിൻ ഗഡ്കരി നമ്മളോട് പറയും. ഭാഗ്യമാല പ്രോജക്റ്റ് ഉണ്ടല്ലോ, ആ ഭാഗ്യമാല പ്രോജക്റ്റിലേക്ക് പെടുത്തുന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറയുന്നത്, നമ്മൾ കാസർഗോട്ടെ ജനങ്ങൾക്ക് വേണ്ടി ഓരോ വാതിലുകളും മുട്ടിക്കൊണ്ടേയിരിക്കും തുറക്കുന്നവരെ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പോൾ കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപ്പാത, അതിൽ മുഖ്യമന്ത്രി ഞാനുമായിട്ട് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലൊരു വാദപ്രതിവാദം നടക്കാൻ തന്നെ കാരണം ഇവർ റെയിൽവേയുമായി കൊണ്ടുപോയ ധാരണ 50-50 ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 2000 കോടിയാണ് പ്രോജക്റ്റെങ്കിൽ 1000 കോടി റെയിൽവേ തരും, ബാക്കി 1000 കോടി കേരളവും കർണാടകവും കൂടെ ഷെയർ ചെയ്യണം ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ, പണിയുടെ കാര്യത്തിൽ. അപ്പോൾ ഇത് 41 കിലോമീറ്റർ ഇവിടെയും 49 കിലോമീറ്റർ കർണാടകത്തിലാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് NOC കൊടുത്തു എന്ന് പറയുന്നതാണ്. റൈറ്റ് ടു നോ, വിവരാവകാശ നിയമപ്രകാരം അന്വേഷിക്കുമ്പോൾ അറിയാം, ഭൂമിയുടെ പകുതിയുടെ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു, പണിക്കൂലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കേരള ഗവൺമെൻറ് NOC തയ്യാറായാൽ കർണാടക ഗവൺമെൻറ് NOC വാങ്ങാമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടായി, ഈ ഗവൺമെൻറ് മാറുന്നതിന് മുമ്പ് കർണാടക ഗവൺമെൻറ്റിൽ നിന്ന് നമുക്കത് മേടിക്കാം. അങ്ങനെ വന്നാൽ ഈ പ്രോജക്റ്റ് ഫീസിബിളാണ്. അതിന് കേരള ഗവൺമെൻറ് മുൻകൈ എടുക്കുക. അപ്പോൾ പുള്ളി യോഗത്തിൽ വെച്ച് പറഞ്ഞു, എന്നാൽ പിന്നെ കേരള ഗവൺമെൻറ് NOC നിങ്ങളുടെ കയ്യിൽ തരാം, നിങ്ങൾ കർണാടകത്ത് വാങ്ങിച്ച് കൊണ്ടുപോയി ചെയ്യാൻ പറഞ്ഞു. നമ്മൾ അങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാര്യം ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ ജനപ്രതികൾ. മുഖ്യമന്ത്രി MP ആണ്. അല്ലാതെ തോമസ് ചാഴിക്കാടിൻ്റെ അടുത്ത് പറഞ്ഞ പോലൊന്നും എന്നോട് പറഞ്ഞാൽ ഞാനത് കേൾക്കത്തും അംഗീകരിക്കത്തുമൊന്നുമില്ല. കാരണം ഞാനവിടെ ഔദാര്യത്തിൽ വന്ന് ഓട് പൊളിച്ചൊന്നും വന്നല്ലോ. ജനങ്ങൾ തിരഞ്ഞെടുത്ത MP ആയ ആളാണ്. എൻ്റെ ജോലി എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എയിംസ് കൊണ്ടുവരിക, കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപ്പാത കൊണ്ടുവരിക, വാഗമണ്ഡലം, ഇതൊക്കെ എൻ്റെ ജോലിയാണ്. ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച ആ ജോലി ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിക്കുന്നത്. ആ പരിശ്രമത്തിനിടയിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന നടപടി ആരുടെ ഭാഗത്തും ഉണ്ടായാലും നമ്മൾ ക്ഷമിക്കില്ല, മനസ്സിലായോ? അതാണ് ഇത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു പ്രപ്പോസൽ ഞങ്ങൾ വെച്ച് കഴിഞ്ഞു. കാര്യം ഇത്തവണ ബഡ്ജറ്റ് സെക്ഷനാണ്, എല്ലാവരും വളരെ ബിസി ആയിരുന്നു. ഇനിയിപ്പോൾ അടുത്ത തവണയ്ക്ക് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിശ്ചയപ്രകാരം പാർലമെൻറ്റ് 2ാമത്തെ ദിവസം ഇദ്ദേഹം ഇറാനിലേക്ക് പോയി മന്ത്രി. പിന്നെ പുള്ളി വരുന്നത് പാർലമെൻറ്റ് സമ്മേളനം അവസാനിപ്പിക്കുന്നതിന് 2 ദിവസം മുമ്പാണ്. അപ്പോൾ 2 ദിവസം പുള്ളി 1 മണി തൊട്ട് MP-മാരെ കാണാൻ തീരുമാനിച്ചു. തൃശ്ശൂർ പൂരത്തിനുള്ള ആളുകളുണ്ടായിരുന്നു MP-മാർ. ഈ 500 രാജ്യസഭയിലെയും ലോക്സഭയിലെയും MP-മാർ അവിടെ ഇടിച്ചു നിന്നു. എല്ലാവർക്കും പുള്ളി കാപ്പി കൊടുത്തു, എല്ലാവർക്കും പുള്ളി ഭക്ഷണം കൊടുത്തു. എല്ലാവരും ഇങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടി ബഹുജന സമ്പർക്ക പരിപാടി നടത്തിയ പോലെ ആയിപ്പോയി നമ്മുടെ ഈ നിതിൻ ഗഡ്കരിയുടെ പരിപാടി. അതുകൊണ്ട് അദ്ദേഹമായിട്ടൊന്ന് ഇരുന്ന് സംസാരിക്കാനോ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ബോധ്യപ്പെടാനോ അദ്ദേഹത്തിന് സാധിക്കുന്നു. പിന്നെ അദ്ദേഹം കേട്ടു, അതിനകത്ത് പുള്ളി സൈൻ ചെയ്ത് പുള്ളി സെക്രട്ടറിയെ ഏൽപ്പിച്ചു. അത് നമുക്ക് വി വിൽ ഹാവ് ഫർദർ ഡിസ്കഷൻ എന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ ഡിസ്കഷനുമായി നമ്മൾ മുമ്പോട്ട് പോകും. കാര്യം എനിക്ക് എൻ്റെ ജോലി കാസർഗോട്ടെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം, അവരെൻ്റെ യജമാന്മാരാണ്, ഞാൻ അവരുടെ ദാസനും സേവകനുമാണ്. അവർക്ക് വേണ്ടി സേവിക്കുക, അതിനേത് എക്സ്റ്റെൻറ്റ് വരെയും പോവും. അത് കേന്ദ്രത്തിലും പോവും, കേരളത്തിലും പോവും. അതുകൊണ്ട് ആർക്കും എന്നോട് നീരസം തോന്നിയിട്ടൊന്നും കാര്യമില്ല. കാര്യം ഞാൻ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത്. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ആര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുമോ?
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.